velocity and a is the acceleration, give an example of a physical situation for each of the following cases. ഓരോ മാർക്ക് വെച്ച് 4 ക്വസ്റ്റ്യൻ. If v is the velocity and a is the acceleration, give an example of a physical situation for each of the following cases. ഒന്നാമത്തെ കേസ് നോക്കാം. v equal to 0, v not equal to 0, but a ഉണ്ട്. v not equal to 0, a equal to 0, sorry. v not equal to 0, a equal to 0. ആക്സിലറേഷൻ ഇല്ല, പക്ഷെ വെലോസിറ്റി ഉണ്ട്. എന്താണ് ആക്സിലറേഷൻ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. വെലോസിറ്റി മാറണം. അപ്പൊ a 0 ആണെങ്കിൽ മീനിങ് എന്താ? വെലോസിറ്റി മാറുന്നില്ല. വെലോസിറ്റി അവിടെ ഉണ്ട് അല്ലെ? വെലോസിറ്റി ഉണ്ട്, നോട്ട് ഈക്വൽ ടു 0 ആണ്, പക്ഷെ ആക്സിലറേഷൻ ഇല്ല, ഈക്വൽ ടു 0 ആണ്. മീനിങ് എന്താ? ആ ബോഡി ഒരു കോൺസ്റ്റന്റ് സ്പീഡിൽ പോയാൽ മതി. അല്ല, ഒരു കാർ ഇങ്ങനെ കോൺസ്റ്റന്റ് വെലോസിറ്റി മൂവ് ചെയ്യണം. ഒരു 30 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന വെലോസിറ്റി അങ്ങ് മൂവ് ചെയ്യണം. എപ്പോഴും ഒരേ സ്പീഡാണ്, എല്ലാ ഭാഗത്തും 30 മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്പീഡ്. വെലോസിറ്റി മാറുന്നേ ഇല്ല. അപ്പൊ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്തായിരിക്കും ആക്സിലറേഷൻ? വെലോസിറ്റി അവിടെ 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്, 0 അല്ല. വെലോസിറ്റി ഉണ്ട്, വെലോസിറ്റിക്ക് യാതൊരു ചേഞ്ചും ഇല്ല, കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്? 0 ആയിരിക്കും. ഓക്കെ, വെലോസിറ്റി മാറുന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് വരുള്ളൂ? ആക്സിലറേഷൻ വരത്തുള്ളൂ. വെലോസിറ്റി മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ ഇല്ല, 0 ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ആക്സിലറേഷൻ 0 ആവണം, അപ്പൊ വെലോസിറ്റി മാറുന്നില്ല. ഓക്കെ, വി നോട്ട് ഈക്വൽ ടു 0 ആണ്, വെലോസിറ്റി ഉണ്ട് അല്ലെ, റെസ്റ്റിലല്ല. അപ്പൊ ഒരു കാർ ഫോർ എക്സാമ്പിൾ ഒരു 30 മീറ്റർ പെർ സെക്കൻഡ് മൂവ് ചെയ്യുന്ന കേസിൽ, കോൺസ്റ്റന്റ് വെലോസിറ്റി മൂവ് ചെയ്യുന്ന കേസിൽ എത്രയാണ് ആക്സിലറേഷൻ? 0. അല്ലെങ്കിൽ ജനറൽ ആയിട്ട് പറയാം, യൂണിഫോം മോഷന്റെ കേസിൽ എന്താണ് യൂണിഫോം മോഷൻ? കോൺസ്റ്റന്റ് വെലോസിറ്റി ഒരു ബോഡി ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അതാണ് യൂണിഫോം മോഷൻ. ആ സമയത്ത് എത്ര ആക്സിലറേഷൻ? 0. അപ്പൊ യൂണിഫോം മോഷന്റെ കേസിൽ എങ്ങനെയാണ്? ആക്സിലറേഷൻ 0 ആണ്, പക്ഷെ വെലോസിറ്റി അവിടെ ഉണ്ടാവും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഓക്കെ, രണ്ടാമത്തെ v equal to 0, a not equal to 0 പറഞ്ഞു 2 പ്രാവശ്യം. v 0 എന്ന കേസ്, ഒരു കല്ല് മേളിലേക്ക് എറിയാണ്, ഹയസ്റ്റ് പോയിന്റ് എത്ര വെലോസിറ്റി? 0, പക്ഷെ ആക്സിലറേഷൻ 0 ആണോ? അല്ല, അവിടെ g ആക്ട് ചെയ്യുന്നുണ്ട്. ഹയസ്റ്റ് പോയിന്റ് പെൻഡുലത്തിന്റെ കേസിൽ ഒരു പെൻഡുലം ഏറ്റവും മുകളിൽ പോകുന്ന സമയത്ത് എത്രയാണ് വെലോസിറ്റി? 0, പക്ഷെ a 0 ആണോ? അല്ല, a 0 അല്ല. അപ്പൊ ഈ 2 കേസിലും b എക്സാം ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, ആ b എക്സാം എന്തൊക്കെയാണ്? ടോപ്പ് മോസ്റ്റ് പോയിന്റ്, ഹയസ്റ്റ് പോയിന്റ് എത്ര വെലോസിറ്റി? ഒരു ബോൾ മേളിലേക്ക് എറിയുന്ന സമയത്ത് ഹയസ്റ്റ് പോയിന്റ് വെലോസിറ്റി 0 ആണ്, പക്ഷെ അവിടെ ആക്സിലറേഷൻ 0 അല്ല. അടുത്തത് v greater than 0, a less than 0. സിയും ഡിയും കുറച്ച് പാടായിരിക്കും മനസ്സിലാവും, ശ്രദ്ധിക്കാവുന്നു. v greater than 0, പക്ഷേ a less than 0. നോക്കല്ലേ, ശ്രദ്ധിച്ചിരിക്കാം കേട്ടോ, കുറച്ച് പാടാൻ മനസ്സിലാക്കാൻ. v greater than 0 എന്ന് പറയുമ്പോൾ v എന്താ? പോസിറ്റീവ് ആണ് അല്ലെ? v എന്താണ്? പോസിറ്റീവ് വെലോസിറ്റി ആണ്. v പോസിറ്റീവ് ആണ്. v ഗ്രേറ്റർ ദാൻ 0, v 0യേക്കാൾ വലുതാണ്. ഇപ്പൊ എന്താ? v പോസിറ്റീവ് ആണ്. a ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ a ലെസ് ദാൻ 0, a 0യേക്കാളും കുറവാണെന്ന് പറയുമ്പോൾ a എന്താ? നെഗറ്റീവ് ആണ്. a നെഗറ്റീവ് ആണ്. അപ്പൊ v പോസിറ്റീവ് ആണ്, a എന്താണ്? നെഗറ്റീവ് ആണ്. v പോസിറ്റീവ് ആണ്, a നെഗറ്റീവ് ആണ്. എക്സാമ്പിൾ പറയാം, നോക്കിക്കോ. ഒരു കാർ ഇതാണ് നമ്മുടെ ആക്സിസ് എന്ന് വെച്ചു. അപ്പൊ റൈറ്റിലേക്കാണ് പോസിറ്റീവ് എടുക്കുന്നത്. അപ്പൊ ആ കാർ റൈറ്റിലേക്കാണ് പോകുന്നത്. അപ്പൊ റൈറ്റിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ v എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും, കാരണം റൈറ്റിലേക്കാണ് പോസിറ്റീവ് എടുത്തേക്കുന്നത്. നമ്മൾ എടുത്തേക്കുന്ന റെഫറൻസ് എങ്ങനെയാണ്? റൈറ്റിലേക്ക് പോസിറ്റീവ്, ലെഫ്റ്റിലേക്ക് നെഗറ്റീവ്. അപ്പൊ ഒരു കാർ റൈറ്റിലേക്ക് പോകുമ്പോൾ വെലോസിറ്റി എവിടേക്കാണ്? റൈറ്റിലേക്കാണ്. സോ വെലോസിറ്റി എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ക്ലിയർ അല്ലേ? എന്റെ റെഫറൻസ് എങ്ങനെയാണ്? എന്റെ സിസ്റ്റം എങ്ങനെയാണ്? റൈറ്റ് സൈഡിലേക്ക് പോസിറ്റീവ്, ലെഫ്റ്റിലേക്ക് നെഗറ്റീവ്. അപ്പൊ ഈ കാർ റൈറ്റിലേക്ക് പോകുമ്പോൾ എന്താ? വെലോസിറ്റി ഡയറക്ഷൻ റൈറ്റിലേക്കാണ്. സോ എന്താ സൈൻ വരിക? പോസിറ്റീവ് ആണ്. ക്ലിയർ? പക്ഷെ ആ കാറിന്റെ വെലോസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ആ സ്പീഡ് വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു 40 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. അത് ഇവിടെ പറ്റി ഒരു 10 മീറ്റർ പെർ സെക്കൻഡ് ആയി. വെലോസിറ്റി കുറയാണ്. വെലോസിറ്റി കുറയുമ്പോൾ എന്തായിരിക്കും? ആക്സിലേഷൻ നെഗറ്റീവ് ആയിരിക്കും. കാണിച്ചു തരാം, എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പൊ ഇവിടെ വരെ എത്താൻ ടൈം ടി എടുക്കുന്നത്. ആ 40 മീറ്റർ പെർ സെക്കൻഡ് മുതൽ 10 മീറ്റർ പെർ സെക്കൻഡ് വരെ ആവാൻ എത്ര സമയം എടുത്തു? ടി സമയം എടുത്തു. നമുക്ക് ആക്സിലേഷൻ കാണും. എങ്ങനെ ആക്സിലേഷൻ കാണാം? ആവറേജ് ആക്സിലേഷൻ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം. ഡെൽറ്റ മീൻസ് ചേഞ്ച് ആണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം. എത്ര ചേഞ്ച് ഇൻ വെലോസിറ്റി? എപ്പോഴും ഫൈനൽ മൈനസ് ഇനീഷ്യൽ ആയിരിക്കണം. ചേഞ്ച് എന്ന് പറയുമ്പോൾ എപ്പോഴും എങ്ങനെയാ? ഫൈനൽ മൈനസ് ഇനീഷ്യൽ. അപ്പൊ ഡെൽറ്റ ബി എന്താ? ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. അപ്പൊ എങ്ങനെയാ വരിക? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി. എത്ര ഫൈനൽ? ഇവിടുന്ന് ഇവിടം വരെ എത്തി. അപ്പൊ എത്ര ഫൈനൽ വെലോസിറ്റി? 10 മൈനസ് എത്ര ഇനീഷ്യൽ? ഇവിടെ എത്രയാ? 40 ബൈ ടൈം ചേഞ്ച് ടൈം. എത്ര സമയം എടുത്തു? ടി ടൈം എടുത്തു.
10 - 40 എത്രയാണ്? -30/t എന്ന് കിട്ടി. അപ്പൊ എന്താ പറ്റിയേ? എ അവിടെ നെഗറ്റീവ് അല്ലേ? എ നെഗറ്റീവ് അല്ലേ? എ -30/t ആ. ടി ഒരിക്കലും നെഗറ്റീവ് വരത്തില്ലല്ലേ? ടൈം ഒരിക്കലും നെഗറ്റീവ് വരത്തില്ലല്ലോ. അപ്പൊ -30/t. അപ്പൊ എന്താ കിട്ടിയേ? എ നെഗറ്റീവ് ആണ് കിട്ടിയത്. ഓക്കെ, അപ്പൊ ഒരു കാറ് റൈറ്റിലേക്ക് പോവാണ്, റൈറ്റിലേക്കാണ് പോസിറ്റീവ് എടുത്തേക്കണേ, പക്ഷെ പോകുമ്പോ എങ്ങനെയാ? സ്പീഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കാറ് റൈറ്റിലേക്ക് പോവാണ്, റൈറ്റിലേക്കാണ് പോസിറ്റീവ്. അപ്പൊ കാർ റൈറ്റിലേക്ക് പോവാണെങ്കിൽ വെലോസിറ്റി എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. പക്ഷെ എന്താ പറ്റിയത്? അവിടെ സ്പീഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വെലോസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വെലോസിറ്റി കുറവാണെങ്കിൽ എന്തായിരിക്കും? ആക്സിലേഷൻ നെഗറ്റീവ് ആയിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇങ്ങനെ പറയാൻ വേണ്ടി ആൻസർ സി കേസ് മൂവിംഗ് ഇൻ ദി പോസിറ്റീവ് ഡയറക്ഷൻ. In the positive direction, moving in the positive direction, but velocity is decreasing. Velocity is decreasing. ഈ ഒരു കേസിൽ പോസിറ്റീവ് ഡയറക്ഷൻ മൂവ് ചെയ്യണേ, അതുകൊണ്ട് വി പോസിറ്റീവ് ആയിരിക്കും. പക്ഷേ വെലോസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? വെലോസിറ്റി ഡിക്രീസിംഗ് ആണ്. അപ്പൊ എന്തായിരിക്കും? എ നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ സി കേസ് ആയില്ലേ? വി പോസിറ്റീവ് ആകാൻ കാരണം എന്താ? ബോഡി മൂവ് ചെയ്യുന്ന പോസിറ്റീവ് ഡയറക്ഷൻ ആണ്. ബോഡി മൂവ് ചെയ്യുന്ന പോസിറ്റീവ് ഡയറക്ഷൻ ആണെങ്കിൽ വെലോസിറ്റി പോസിറ്റീവിലേക്കാണ്, പോസിറ്റീവ് ആണ്. പക്ഷെ വെലോസിറ്റി കുറയാണ്. വെലോസിറ്റി കുറയുമ്പോൾ എന്താ പറ്റുക? ഫൈനൽ വെലോസിറ്റി കുറവായിരിക്കും. ഇപ്പൊ ഫൈനൽ മൈനസ് ഇനീഷ്യൽ ചെയ്യുമ്പോൾ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും കിട്ടുക. അപ്പൊ എന്തായിരിക്കും? ആക്സിലറേഷൻ നെഗറ്റീവ് ആയിരിക്കും. ക്ലിയർ? നെക്സ്റ്റ് പാർട്ട്, അടുത്തത് ഡി പാർട്ട് നോക്കാം. എന്താ ഡി പാർട്ട്? വി ലെസ് ദാൻ 0, എ ഗ്രേറ്റർ ദാൻ 0. വി ലെസ് ദാൻ 0 ആണ്, അതുപോലെ എ ഗ്രേറ്റർ ദാൻ 0 ആണ്, അല്ലെ? അപ്പോ നോക്കെല്ലാരും, അതാണ് ഏറ്റവും കൺഫ്യൂസിംഗ് ആയിട്ട് വരും. V less than 0, A greater than 0. ശ്രദ്ധിക്കല്ലേ? V എന്താ? നെഗറ്റീവ്. V എന്താ? നെഗറ്റീവ്. പക്ഷെ A എന്തായിരിക്കും? A പോസിറ്റീവ് ആയിരിക്കും. A പോസിറ്റീവ് ആയിരിക്കും. V എന്താണ്? നെഗറ്റീവ് ആണ്. A എന്താണ്? പോസിറ്റീവ് ആണ്. A പോസിറ്റീവ് ആണ്. ആ ഒരു കേസ് എങ്ങനെ പറയാം? ഓക്കെ, ഓക്കെ. ഞാൻ കാറിന്റെ എക്സാമ്പിൾ പറയാം. ഒരു മണ്ണിൽ ഒരു പാർട്ട് കാണിച്ചിട്ടുണ്ട്. ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. കാർ ഇവിടെ നിൽക്കുകയാണ്. ഓക്കെ, അഗൈൻ റൈറ്റിലേക്കാണ് പോസിറ്റീവ് എടുത്തേക്കുന്നത്. റൈറ്റിലേക്കാണ് പോസിറ്റീവ് എടുത്തേക്കുന്നത്. റൈറ്റിലേക്കാണ് പോസിറ്റീവ് എടുത്തേക്കുന്നത്. പക്ഷെ കാറ് പോകുന്ന എങ്ങനെയൊക്കെയാണ്? കാറ് പോകുന്നത് ലെഫ്റ്റിലേക്കാണ്. കാറ് പോകുന്നത് ലെഫ്റ്റിലേക്കാണ് കാറ് പോകുന്നത്. അപ്പൊ ബി എങ്ങനെയൊക്കെയാണ്? വെലോസിറ്റി എങ്ങനെയൊക്കെ ഡയറക്റ്റ് ചെയ്തേക്കണേ? ലെഫ്റ്റിലേക്കാണ്, അല്ലെ? കാർ പോകുന്ന എങ്ങടാ? ലെഫ്റ്റിലോട്ട്. അപ്പൊ വെലോസിറ്റി എങ്ങടാ? ലെഫ്റ്റിലേക്ക്. അപ്പൊ ബി എന്ത് പറ്റി? ബി നെഗറ്റീവ് ആണ്. എന്റെ റെഫറൻസ് എങ്ങനെ എടുത്തേക്കണേ ഞാൻ? റൈറ്റിലേക്ക് പോസിറ്റീവ് ആണ്, ലെഫ്റ്റിലേക്ക് എന്താ? നെഗറ്റീവ് ആണ്. കാർ എങ്ങടാ മൂവ് ചെയ്യണേ? നെഗറ്റീവ് ഡയറക്ഷനാണ്. കാർ എങ്ങടാ മൂവ് ചെയ്യണേ? നെഗറ്റീവ് ഡയറക്ഷനാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ബി എന്ത് പറ്റി? ഇവിടെ ബി നെഗറ്റീവ് ആണ്. എന്താ റീസൺ മനസ്സിലായില്ലേ? കാർ മൂവ് ചെയ്യുന്ന എങ്ങടേക്കാ? നെഗറ്റീവ് ഡയറക്ഷൻ ആണ്. അപ്പൊ കാറിന്റെ വെലോസിറ്റി എങ്ങടാ? നെഗറ്റീവ് ഡയറക്ഷൻ ആണ്. അപ്പൊ വെലോസിറ്റി എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അടുത്തത് എ പോസിറ്റീവ് ആണ്. എ പോസിറ്റീവ് ആണ്. എന്ത് ചെയ്യണം? പോസിറ്റീവ് ആണ്. അപ്പൊ ലെഫ്റ്റിലേക്ക് പോകുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനാ പോണേ. പക്ഷെ എന്ത് ചെയ്യണം? സ്പീഡ് കൂടിക്കൊണ്ടിരിക്കാൻ വെച്ചു. സ്പീഡ് കൂടിക്കൊണ്ടിരിക്കാൻ വെച്ചു. നമുക്ക് രണ്ട് കേസ് നോക്കാം, അല്ലെ? നല്ലത് സ്പീഡ് കൂടുന്ന കേസ് നോക്കാം, സ്പീഡ് കുറയുന്ന കേസ് നോക്കാം. ഇപ്പൊ പുള്ളി പോകുന്ന ലെഫ്റ്റിലേക്കാണ്, സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് കേസ് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാൻ. ആൻസർ ഏതെങ്കിലും ഒന്നേ വരുള്ളൂ. രണ്ട് കേസും പറയണം, മനസ്സിലാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോ ബാക്കിലോട്ട് പോണേ, ഓപ്പോസിറ്റ് ഡയറക്ഷനാ പോണേ. ഒന്നാമത്തെ കേസിൽ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാൻ, വെലോസിറ്റി കൂടിക്കൊണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആലോചിച്ച് നോക്കാം. ഫോർ എക്സാമ്പിൾ, കാർ ഇവിടെ നിന്നപ്പോ അതിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 10 മീറ്റർ/സെക്കൻഡ് ആണ്. ഇങ്ങോട്ട് പോവാണ്, വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്ത് പറ്റി? ഒരു 30 മീറ്റർ/സെക്കൻഡ്. 30 മീറ്റർ/സെക്കൻഡ് ആയി. വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങടാ പോണേ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ. കാർ മൂവ് ചെയ്യുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്, നെഗറ്റീവ് ഡയറക്ഷൻ ആണ്. അതുകൊണ്ട് വെലോസിറ്റി നെഗറ്റീവ് ആണ്. അത് ക്ലിയർ ആണ്. നമ്മുടെ ഡൗട്ട് എ ആണ്. ഡൗട്ട് എയിൽ മാത്രമേ ഉള്ളൂ. വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എങ്ങനെ വെലോസിറ്റി, എങ്ങനെ ആക്സിലറേഷൻ കാണണേ? ചേഞ്ച് വെലോസിറ്റി ബൈ ടൈം ആണ്, അല്ലേ? നോക്കല്ല, എല്ലാവരും നോക്കാം. എത്രയാ ഫൈനൽ വെലോസിറ്റി? ഇതാണ് ഫൈനൽ പൊസിഷൻ, അല്ലേ? 30. പക്ഷെ വെറും 30 ആണോ? അല്ല, -30. എന്തുകൊണ്ടാ? നെഗറ്റീവാ, അല്ലെ? ഇങ്ങോട്ടല്ലേ പോണേ. അപ്പൊ വെലോസിറ്റി എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. -30.
എനിക്ക് എ ആണ് വേണ്ടേ. എ കാണുന്നത് എങ്ങനെയാ? ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി കാണുന്നത് എങ്ങനെയാ? ഫൈനൽ മൈനസ് ഇനീഷ്യൽ ആണ്. ഫൈനൽ മൈനസ് ഇനീഷ്യൽ ആണ്. ഏതാ ഫൈനൽ? കാർ ഇങ്ങോട്ടാ പോണേ. ഇങ്ങോട്ട് പോകുന്ന സമയത്ത് ഇവിടെ എത്തിയപ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ്, ഇവിടെ എത്തിയപ്പോഴോ 30 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഇതാണ് ഫൈനൽ, റൈറ്റ്? 30 ശരിയാണോ? ശരിയല്ല. കാരണം എന്താ? ലെഫ്റ്റിലേക്ക് വെലോസിറ്റി എന്താ? നെഗറ്റീവ് അല്ലെ? നെഗറ്റീവ് ഡയറക്ഷൻ ആണ് പോകുന്നത്. അപ്പൊ നെഗറ്റീവ് വെലോസിറ്റി ഇങ്ങോട്ടുള്ള വെലോസിറ്റി എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. -30 മൈനസ് മൈനസ് മൈനസ്. അടുത്തത് ഇനീഷ്യൽ വെലോസിറ്റി ആണ് അല്ലെ? 10 ആണ്. 10 കറക്റ്റ് ആണോ? കറക്റ്റ് അല്ല. 10 എന്താ? നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ ഫൈനൽ വെലോസിറ്റി -30. എന്തുകൊണ്ടാണ് മൈനസ് വന്നേ? നെഗറ്റീവ് ഡയറക്ഷൻ ആയിരുന്നു വെലോസിറ്റി. ഇനീഷ്യൽ വെലോസിറ്റി 10 ആണ്, പക്ഷെ എന്താ മൈനസ് വന്നേ? അഗൈൻ നിങ്ങളുടെയൊക്കെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, നെഗറ്റീവ് ഡയറക്ഷനാ. മൈനസ് ബൈ എന്താ വരിക? ടി വരും. ഓക്കെ, അപ്പൊ എന്താ നോക്കി? -30 പ്ലസ് 10/t എന്താ വരിക? -20/t എന്ന് വരും. നെഗറ്റീവ് അല്ലേ? നെഗറ്റീവ് അല്ലേ വരുന്നേ? അപ്പൊ എന്ത് പറയാം? അത് നെഗറ്റീവ് ആണ്. എ നെഗറ്റീവ് ആണ് അല്ലെ? എ നെഗറ്റീവ് ആണ്. അപ്പൊ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താ കിട്ടി? എ നെഗറ്റീവ് ആണ് കിട്ടിയത്. എന്താണ് കിട്ടിയത്? നെഗറ്റീവ് ആണ് കിട്ടിയത്. ക്ലിയർ? ഓക്കെ അല്ലേ? എനിക്ക് അതാണ് വേണ്ടേ? ചെക്ക് ചെയ്യാം. എനിക്ക് എ പോസിറ്റീവ് ആണ് വേണ്ടേ? അവിടെ എന്താ എനിക്ക് എന്താ വേണ്ടേ? എനിക്ക് എ പോസിറ്റീവ് ആണ് വേണ്ടേ? എ പോസിറ്റീവ് ആണ് വേണ്ടത്. എനിക്ക് എന്താ കിട്ടിയത്? നെഗറ്റീവ് ആണ് കിട്ടിയത്. -20/t ആണ് കിട്ടിയത്. അങ്ങനെയല്ല വേണ്ടത്. മനസ്സിലായി? അപ്പൊ അടുത്ത കേസ് നോക്കാം നമുക്ക്. എന്താ സെക്കൻഡ് കേസ്? സെക്കൻഡ് കേസ് വെച്ചാൽ ബി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് പോണേ, പക്ഷെ എന്താ പറ്റിയേ? വെലോസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വെലോസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്പീഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ എത്തിയപ്പോഴുള്ള വെലോസിറ്റി 30 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ എത്തിയപ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പോകുന്നത് നെഗറ്റീവ് ഡയറക്ഷൻ, വെലോസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എ ആക്സിലറേഷൻ കണ്ടു നോക്കാം. എ എന്താ വരിക? ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ആണ് ആക്സിലറേഷൻ കാണാൻ ചെയ്യേണ്ടത്. അഗൈൻ ഡെൽറ്റ വി എന്താ? ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. എങ്ങനെ എപ്പോഴും വേണ്ടേ? ഫൈനൽ മൈനസ് ഇനീഷ്യൽ. ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. ഏതാ ഫൈനൽ? ഇതാണ് ഫൈനൽ. 10 മതിയോ? പോരാ. -10. എന്തുകൊണ്ടാ? ബി ഓൾറെഡി നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഇങ്ങോട്ടേക്ക് എന്തായിരിക്കും? വെലോസിറ്റി നെഗറ്റീവ് ആയിരിക്കും. -10 മൈനസ് ഇനീഷ്യൽ ഏതാ? 30. വെറും 30 ആണോ? അല്ല, -30. കാരണം എന്താ? ബി ഓൾറെഡി നെഗറ്റീവ് ആണ്. അപ്പൊ -10 വരാൻ കാരണം എന്താ? ഫൈനൽ ആണ്, ഓപ്പോസിറ്റ് ആണ് വരുന്നത്, നെഗറ്റീവ് ഡയറക്ഷൻ ആണ് ബോഡി മൂവ് ചെയ്യുന്നത്. അപ്പൊ -30 മൈനസ് ഇനീഷ്യൽ എന്താ? 30 ആണ്, പക്ഷേ നെഗറ്റീവ് ഡയറക്ഷൻ ആണ്. -30 ബൈ എന്ത് വരും? ടി എന്ന് വരും. അപ്പൊ എന്താ കിട്ടാൻ നോക്കി? +30 -10 20/t എന്ന് വരും. 20/t എന്ന് വെച്ചിട്ട് പോസിറ്റീവ് ആണ്. ശരിയല്ലേ? അപ്പൊ എ പോസിറ്റീവ് അല്ലെ? അപ്പൊ സെക്കൻഡ് കേസാണ് നമുക്ക് ആവശ്യം. സെക്കൻഡ് കേസാണ് ആവശ്യം. എനിക്ക് ബി എന്ത് കിട്ടണം? നെഗറ്റീവ് കിട്ടണം. എ എന്ത് കിട്ടണം? പോസിറ്റീവ് കിട്ടണം. നോക്കാം. ബി നെഗറ്റീവ് ആണെങ്കിൽ വണ്ടി എന്തിനാ മതി? നെഗറ്റീവ് ഡയറക്ഷൻ മൂവ് ചെയ്താൽ മതി. അപ്പൊ റൈറ്റിലേക്കാണ് പോസിറ്റീവ് എന്ത് ചെയ്യാം? ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യാം. അപ്പൊ എന്താ? ബി നെഗറ്റീവ് ആണ്. ബി എന്താണ്? നെഗറ്റീവ് ആണ്. ക്ലിയർ? അപ്പൊ ഒരു കാറ് നെഗറ്റീവ് ഡയറക്ഷൻ മൂവ് ചെയ്യാം. അപ്പൊ ബി നെഗറ്റീവ് ആയി. പക്ഷെ ആക്സിലറേഷൻ പോസിറ്റീവ് ആണ്. ആക്സിലറേഷൻ പോസിറ്റീവ് ആണ്. എന്ത് ചെയ്യണം? സ്പീഡ് കുറഞ്ഞാൽ മതി. ബി കുറഞ്ഞാൽ മാത്രമേ ഫൈനൽ മൈനസ് ബി ചെയ്യുമ്പോൾ പോസിറ്റീവ് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോ ആക്സിലറേഷൻ പോസിറ്റീവ് എന്താ ചെയ്യേണ്ടത്? വെലോസിറ്റി കുറയണം. ഒരു കാറ് ലെഫ്റ്റിലോട്ട് പോകുന്ന കാറാണ്. ഇപ്പൊ എന്താ പറ്റുക? സ്പീഡ് കുറഞ്ഞുകൊണ്ടിരിക്കണം. സ്പീഡ് കുറഞ്ഞുകൊണ്ടിരിക്കണം. ഇത് മനസ്സിലായോ? ക്ലിയർ അല്ലേ? അപ്പൊ ചെക്ക് ചെയ്യുന്ന കേസ് ഞാൻ പറഞ്ഞു തന്നു. ഒന്നും കൂടെ എങ്ങനെയാ ബി പോസിറ്റീവ് ആക്കണ്ടേ? ബോഡി മൂവ് ചെയ്യുന്ന പോസിറ്റീവ് ഡയറക്ഷൻ ആണെങ്കിൽ വെലോസിറ്റി പോസിറ്റീവ് സെയിം ഡയറക്ഷൻ, അപ്പൊ ബി പോസിറ്റീവ് ആയിരിക്കും. ബോഡി മൂവ് ചെയ്യുന്ന നെഗറ്റീവ് ഡയറക്ഷൻ ആണെങ്കിൽ വെലോസിറ്റി നെഗറ്റീവ് ഡയറക്ഷൻ ആയിരിക്കും. അപ്പൊ ബി എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ബിയുടെ കേസിൽ ഡൗട്ട് വരാൻ ചാൻസ് ഇല്ല. പക്ഷേ എ ആണ് പ്രശ്നക്കാരൻ, ആക്സിലറേഷൻ അല്ലെ? അപ്പൊ എങ്ങനെ ആക്സിലറേഷൻ കാണാൻ ആലോചിച്ചാൽ മതി. ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി, ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് കിട്ടുകയാണെങ്കിൽ എ പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് കിട്ടുകയാണെങ്കിലോ എ നെഗറ്റീവ് ആയിരിക്കും. അപ്പോ ഒരു കാറ് ബാക്കോട്ട് വരികയാണ്, നെഗറ്റീവ് ഡയറക്ഷൻ മൂവ് ചെയ്യാണ്. ആ കേസിൽ സ്പീഡ് കൂടിക്കൊണ്ടാണ് വരുന്നെങ്കിൽ നെഗറ്റീവ് ഡയറക്ഷൻ ആണ്. സ്പീഡ് ഇൻക്രീസിംഗ് ആണെങ്കിൽ ബി എന്താ? നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ഡയറക്ഷൻ മൂവ് ചെയ്യണേ, പക്ഷേ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്താണ്? ആക്സിലറേഷൻ നെഗറ്റീവ് ആണ്. എഗൈൻ കാറ് നെഗറ്റീവ് ഡയറക്ഷൻ മൂവ് ചെയ്യാണ്, പക്ഷേ വെലോസിറ്റി ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ 30 to 10 വന്നു അല്ലെ? വെലോസിറ്റി ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്താ പറ്റുക? അവിടെ ആക്സിലറേഷൻ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ക്ലിയർ? നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമ്മുടെ ക്വസ്റ്റ്യൻ ബി നെഗറ്റീവ് ആണോ എ പോസിറ്റീവ് ആണോ? ഒന്ന് ആലോചിച്ച് നോക്കി. ആപ്ലിക്കേഷൻ പറഞ്ഞു. എന്തായിരിക്കും ആപ്ലിക്കേഷൻ?
ഒരു കാർ റിവേഴ്സ് എടുക്കാം, ബാക്കോട്ട് വരികയാണ്, നെഗറ്റീവ് ഡയറക്ഷൻ ആണ്. നെഗറ്റീവ് റിവേഴ്സ് വരുന്ന സമയത്ത് ബ്രേക്കപ്പ് എടുത്താൽ പോരെ, അപ്പൊ എന്ത് പറ്റും? വെലോസിറ്റി കുറയില്ലേ? ഒരു കാറ് റിവേഴ്സ് വരികയാണ്, അപ്പൊ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയി, വെലോസിറ്റി നെഗറ്റീവ് ആയി. ക്ലിയർ? ഇനി ബാക്കോട്ട് വരുമ്പോ ബ്രേക്ക് അപ്ലൈ ആണെങ്കിൽ സ്പീഡ് കുറയില്ലേ, വെലോസിറ്റി കുറയില്ലേ? അപ്പൊ എന്ത് പറ്റും? ആക്സിലേഷൻ അവിടെ പോസിറ്റീവ് ആണ്. ക്ലിയർ അല്ലേ? ഇനി അതേ കാർ ബാക്കോട്ട് വരുമ്പോ ഞാൻ ബ്രേക്ക് അല്ല ആക്സിലേറ്റർ കൊടുക്കുകയാണെങ്കിൽ സ്പീഡ് കൂടില്ലേ, വെലോസിറ്റി കൂടില്ലേ? അപ്പൊ എന്താ പറ്റുക? അവിടെ ആക്സിലേഷൻ നെഗറ്റീവ് ആയിരിക്കും. സ്പീഡ് കൂടുമ്പോ എപ്പോഴും ആക്സിലേഷൻ പോസിറ്റീവ് ആണ് നിർബന്ധമില്ല, ഡയറക്ഷൻ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ബോഡി മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾ ചാടി കയറി സ്പീഡ് കൂടുകയാണല്ലോ, അപ്പൊ ആക്സിലേഷൻ പോസിറ്റീവ് ആയിരിക്കും ആലോചിക്കരുത്. ആ കാറ് അല്ലെങ്കിൽ ആ ബോഡി എങ്ങനെയാ മൂവ് ചെയ്യുന്ന നോക്കണം. പോസിറ്റീവ് ഡയറക്ഷൻ ആണോ നെഗറ്റീവ് ഡയറക്ഷൻ ആണോ? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനെയും കൂടെ എയുടെ സൈൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒരു കാറ് ഫ്രണ്ടിലേക്ക് പോവാണ്, പോസിറ്റീവ് ഡയറക്ഷൻ, വി പോസിറ്റീവ് ആണ്, ആക്സിലേറ്റർ അമർത്താണ്, സ്പീഡ് കൂടുകയാണ്, അവിടെ ആക്സിലേഷൻ പോസിറ്റീവ് ആണ്. അതേ ക്വസ്റ്റ്യൻ ഒരു കാറ് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യാണ്, റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യാണ്, പോസിറ്റീവ് ഡയറക്ഷൻ ആണ്, ബ്രേക്ക് അമർത്തുകയാണെങ്കിൽ അവിടെ വെലോസിറ്റി കുറയാണ്, അവിടെ ആക്സിലേഷൻ നെഗറ്റീവ് ആണ്. പക്ഷേ അതേ കാറ് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഡയറക്ഷൻ മാറി നെഗറ്റീവ് ഡയറക്ഷൻ മൂവ് ചെയ്യണേ, അപ്പൊ എല്ലാം തിരിയും. ബാക്കോട്ട് പോകുന്ന സമയത്ത് എന്താ? വെലോസിറ്റി നെഗറ്റീവ് ആണ്. ബാക്കോട്ട് പോകുമ്പോ വെലോസിറ്റി കുറയാണെങ്കിൽ റിവേഴ്സ് പോകുന്ന സമയത്ത് ബ്രേക്ക് അമർത്തുകയാണെങ്കിൽ വെലോസിറ്റി കുറയാണെങ്കിൽ എന്ത് പറ്റും? അവിടെ ആക്സിലേഷൻ പോസിറ്റീവ് ആയിരിക്കും. റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ആക്സിലേറ്റർ അമർത്തുകയാണെങ്കിൽ വെലോസിറ്റി കൂടുകയാണ്, അപ്പൊ എന്താ പറ്റുക? അവിടെ ആക്സിലേഷൻ നെഗറ്റീവ് ആയിരിക്കും. ക്ലിയർ അല്ലേ ക്വസ്റ്റ്യൻ? ഓക്കെ അല്ലേ? കഴിഞ്ഞ ക്വസ്റ്റിന്റെ കൂടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നന്നായിട്ട് പറയാണ്. ഓക്കെ, ഒരു ഗ്രൗണ്ടിൽ നിന്ന് നമ്മളൊരു ബോൾ മേളിലേക്ക് എറിയാണ്. ഗ്രൗണ്ടിൽ നിന്ന് നമ്മളൊരു ബോൾ മേളിലേക്ക് എറിയാണ്. ബോൾ ഈസ് ത്രോൺ അപ്വേർഡ്സ്. അപ്പോ വി എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ്? മേളിലേക്കാണ് അല്ലെ? സോ വി എന്ന് പറയുന്നത് മേളിലേക്കാണ്. സോ നമുക്ക് എന്ത് പറയാം? വി എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെന്ന് പറയാം. ഓക്കെ, നമ്മുടെ മേളിലേക്കല്ലേ ബോൾ എറിയുന്നത്. അപ്പൊ നമുക്ക് മുകളിലേക്ക് പോസിറ്റീവ് എടുക്കുകയാണെങ്കിൽ താഴത്തേക്ക് എന്തായിരിക്കും സൈഡ് വരുന്നത്? നെഗറ്റീവ് ആയിരിക്കും. ബോൾ ചെയ്യുന്ന മേളിലേക്കാണ്, അപ്പൊ മേളിലേക്ക് നമ്മൾ പോസിറ്റീവ് എടുക്കുകയാണെങ്കിൽ താഴത്തേക്ക് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. സോ അവിടെ വി എങ്ങനെയൊക്കെയാണ്? മേളിലേക്കാണ്, സെയിം ഡയറക്ഷൻ ആണ്, അത് പോസിറ്റീവ് ആണ്. പക്ഷെ ആ ബോളില് എന്താക്ട് ചെയ്യുന്നുണ്ട്? എർത്തിന്റെ ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നുണ്ട്, ഒരു ജി ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ജി എങ്ങനെ ആക്ട് ചെയ്യണേ? താഴത്തേക്ക് ആക്ട് ചെയ്യണം. അപ്പൊ ജി എങ്ങനെ എന്തായിരിക്കും സൈൻ വരുന്നത്? നെഗറ്റീവ് ആയിരിക്കും. ഒരു ബോൾ മേളിലേക്ക് എറിയുന്ന കേസിൽ അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് മുകളിലേക്കാണ്, അപ്പൊ അത് പോസിറ്റീവ് ആണ്. പക്ഷെ ജി എങ്ങടാ, ആക്സിലറേഷൻ എങ്ങടാ? താഴത്തേക്കാണ്, അപ്പൊ എ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ക്ലിയർ? ഇതേ കേസിൽ തിരിച്ചു പറയാൻ ബോൾ ഡ്രോപ്പ് ചെയ്യണം. മോളിൽ നിന്ന് ഒരു ബിൽഡിങ്ങിന്റെ മോളിൽ നിന്ന് ഒരു ബോൾ ഡ്രോപ്പ് ചെയ്യണം ബോൾ. ഓക്കെ, അപ്പൊ താഴത്തേക്കാണ് വരുന്നത്. അപ്പൊ ആ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ബോൾ താഴത്തേക്കാണോ വരുന്നത്, അല്ലെങ്കിൽ താഴത്തേക്കല്ലേ ഡ്രോപ്പ് ചെയ്യുന്നത്? അപ്പൊ നമുക്ക് വേണമെങ്കിൽ താഴത്തേക്ക് പോസിറ്റീവ് എടുക്കാം, അതുപോലെ മേളിലേക്ക് എന്ത് ചെയ്യാം? നെഗറ്റീവ് എടുക്കാം. ബോള് എറിയുന്ന ആ മോഷൻ എങ്ങനെയൊക്കെയാ? താഴത്തേക്കാണ്. അപ്പൊ താഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം? പോസിറ്റീവ് എടുക്കാം, മുകളിലേക്ക് എന്ത് ചെയ്യാം? നെഗറ്റീവ് എടുക്കാം. അപ്പൊ താഴത്തേക്കല്ലേ വെലോസിറ്റി അല്ലെ? താഴത്തേക്കാണ് വീഴുന്നത്, വെലോസിറ്റി എങ്ങനെയൊക്കെയാ? താഴത്തേക്കാം. അപ്പൊ വി എന്തായിരിക്കും? വി എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ബോള് താഴത്തേക്കാണ് വരുന്നത്, അപ്പൊ വെലോസിറ്റി താഴത്തേക്കാണ്, അപ്പൊ വി എന്താണ്? പോസിറ്റീവ് ആണ്. ഇനി ജി എങ്ങടാ? ജി എപ്പോഴും താഴത്തേക്കാണ്, അപ്പൊ ജി എന്ത് തന്നെയായിരിക്കും? അവിടെ പോസിറ്റീവ് ആയിരിക്കും. കാരണം താഴത്തേക്കാണ് പോസിറ്റീവ് എടുത്തേക്കുന്നത്, മേളിലേക്ക് എന്താണ് സൈൻ? നെഗറ്റീവ് ആണ്. അപ്പോ നമ്മൾ എപ്പോഴും പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്നത് എന്താ? എടുത്തേക്കുന്ന പോസിറ്റീവ് ഡയറക്ഷൻ നെഗറ്റീവ് ഡയറക്ഷൻ പോലെ. ഒരു ബോൾ എറിയുന്ന കേസിൽ നമ്മൾ മുകളിലേക്കാണ് ബോൾ എറിയുന്നത്, അപ്പൊ മുകളിലേക്ക് പോസിറ്റീവ് എടുക്കാം, താഴത്തേക്ക് എന്ത് ചെയ്യാം? നെഗറ്റീവ് എടുക്കാം. അപ്പൊ ബോൾ മേളിലേക്ക് പോകുന്നു, അപ്പൊ വെലോസിറ്റി എങ്ങനെയൊക്കെയാണ്? മുകളിലേക്കാണ്, അപ്പൊ വെലോസിറ്റി പോസിറ്റീവ് ആണ്. പക്ഷെ ജി എങ്ങടാ? താഴത്തേക്കാണ്, അപ്പൊ ജി എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. നേരെ മറിച്ച് ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഒരു ബോൾ ഡ്രോപ്പ് ചെയ്യാണ്, ബോൾ താഴത്തേക്കാണ് വരുന്നത്, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? താഴത്തേക്ക് പോസിറ്റീവ് എടുക്കാം. അപ്പോ വെലോസിറ്റി എങ്ങടാ? താഴത്തേക്കാണ്, അപ്പൊ വി എന്താണ്? പോസിറ്റീവ് ആണ്. ജി എങ്ങടാ? ജി എപ്പോഴും താഴത്തേക്കാണ്, അപ്പൊ ജി എന്തായിരിക്കും? നെഗറ്റീവ്. ജി എന്തായിരിക്കും? താഴത്തേക്ക് പോസിറ്റീവ് ആയതുകൊണ്ട് ജി അവിടെ പോസിറ്റീവ് ആയിരിക്കും. ക്ലിയർ? അപ്പൊ അതുകൂടെ ഒന്ന് ഓർത്ത് വയ്ക്കാം കേട്ടോ. അപ്പൊ 4 കേസിന്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. ബി നോട്ട് ഈക്വൽ ടു 0, എ ഈക്വൽ ടു 0. എ ഈക്വൽ ടു 0 എന്നപ്പോൾ കോൺസ്റ്റന്റ് യൂണിഫോം മോഷൻ ആണ്. ഒരു കാർ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുക, അപ്പൊ അവിടെ ആക്സിലറേഷൻ 0 ആയിരിക്കും. ബി ഈക്വൽ ടു 0, എ നോട്ട് ഈക്വൽ ടു 0. വെലോസിറ്റി എപ്പോഴാ 0 ആവുന്നേ? ഒരു ബോഡി മേളിലേക്ക് എറിയാണ്, ആ സമയത്ത് ഹൈയസ്റ്റ് പോയിന്റ് എത്ര? വെലോസിറ്റി 0, പക്ഷെ അവിടെ ആക്സിലറേഷൻ 0 അല്ല. അത് പറയാം. എ ബി ഗ്രേറ്റർ ദാൻ 0, എ നോട്ട് ഈക്വൽ ടു 0. എ ലെസ് ദാൻ 0 അല്ലെ? ബി പോസിറ്റീവ് ആണ്, എ നെഗറ്റീവ് ആണ്. എപ്പോഴാ? ഒരു കാറ് ഒരു മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ബ്രേക്ക് അമർത്തുകയാണെങ്കിൽ, ഒരു കാറ് പോവാണ്, എങ്ങടാ പോകുന്നത്? പോസിറ്റീവ് ഡയറക്ഷന് പോവാണ്, അപ്പൊ ബി പോസിറ്റീവ് ആണ്,
പക്ഷെ ബ്രേക്ക് അമർത്താണ് വെലോസിറ്റി കുറയും. ആ കേസിൽ എന്താണ് എ നെഗറ്റീവ് ആയിരിക്കും. വി ലെസ് ദാൻ 0 എ ഗ്രേറ്റർ ദാൻ 0 എപ്പോഴാ ഒരു കാറ് നെഗറ്റീവ് ഡയറക്ഷൻ പോവാണ്, അപ്പൊ വി അവിടെ നെഗറ്റീവ് ആയിരിക്കും. പക്ഷെ അങ്ങനെ പോകുന്ന സമയത്ത് എന്ത് ചെയ്യാണ് വെലോസിറ്റി കുറയാന്ന് കഴിച്ചു, അപ്പൊ എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും. ആ കഴിഞ്ഞ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ശ്രദ്ധിച്ച് പഠിക്കാം. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ്, ഏതാ നോക്കണം, അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത് രണ്ടുമാണ് കുറച്ച് പാട്, അത് ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല കാര്യം. അപ്പൊ അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകും. Acceleration is the rate of change of velocity. Give an example of a body possessing zero velocity and still accelerating. Repeat a question. ഒരു ബോഡി മേളിലേക്ക് എറിയുന്ന സമയത്ത് ഹയസ്റ്റ് പോയിന്റ് വെലോസിറ്റി 0 ബട്ട് ആക്സിലറേഷൻ നോട്ട് ഈക്വൽ ടു 0 അല്ലെ, ജി അവിടെ ആക്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. Figure given below shows the motion of a school bus starting from the points O and travels along a straight line. ഒരു ബസ് സ്കൂൾ ബസ് ആണ്, അത് സ്റ്റാർട്ടിംഗ് ഫ്രം എവിടുന്ന O എന്നാണ് സ്റ്റാർട്ട് ചെയ്യണേ. ഡിഫറെന്റ് പൊസിഷൻ കാണിച്ചിട്ടുണ്ട്, ABCD എന്ന് പറഞ്ഞ ഡിഫറെന്റ് പൊസിഷൻ കാണിച്ചിട്ടുണ്ട്. അവിടെ എത്തുന്ന സമയവും കൂടി കൊടുത്തിട്ടുണ്ട്, ടൈം കൂടി കൊടുത്തിട്ടുണ്ട് അല്ലെ. 0 സെക്കൻഡ് 2 സെക്കൻഡ് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഡിസ്റ്റൻസ് ആണ് കൊടുത്തിട്ടുണ്ട്, എയിലേക്കുള്ള ദൂരം 10 മീറ്റർ, ബിയുടെ പൊസിഷൻ 20 മീറ്റർ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടൈം അറിയാം, ഓരോ പൊസിഷന്റെയും ഡിസ്റ്റൻസും അറിയാം. ഓക്കെ, കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. റൈറ്റ്, ടൈം ടേക്കൺ, ഡിസ്പ്ലേസ്മെന്റ് ഫ്രം O, വെലോസിറ്റി. ഒന്നാമത്തിൽ ടൈം ടേക്കൺ അറിയാം, ഡിസ്പ്ലേസ്മെന്റ് അറിയാം, വെലോസിറ്റി കാണും അല്ലെ. വെലോസിറ്റി കാണണ്ടേ? അപ്പോ വെലോസിറ്റി കാണുന്നത് എങ്ങനെയാ? വെലോസിറ്റി കാണാൻ നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് വെലോസിറ്റി. എത്ര ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ ഉണ്ട്? 10. എത്ര ടൈം? 2 സെക്കൻഡ്. അപ്പൊ 2, അപ്പൊ എത്ര കിട്ടി? 5 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ വെലോസിറ്റി കിട്ടി, എത്രയാണ് കിട്ടിയത്? 5 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. ഒന്നാമത്തെ ആൻസർ കിട്ടി 5 മീറ്റർ പെർ സെക്കൻഡ്. രണ്ടാമത്തേത് ടൈം അറിയാം 10 സെക്കൻഡ്, ഡിസ്പ്ലേസ്മെന്റ് അറിയില്ല, പകരം വെലോസിറ്റി അറിയാം. അപ്പൊ എന്താ കണ്ടുപിടിക്കണ്ടേ? ഡിസ്പ്ലേസ്മെന്റ് കാണണം. സെയിം ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. എങ്ങനെ അപ്ലൈ ചെയ്യണം? ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻടു ടൈം. വെലോസിറ്റി എത്രയാ? വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ്, അപ്പൊ 5 ഇൻടു ടൈം എത്രയാ? ടൈം 10 അല്ലെ. 10 എന്ത് വന്നു? 50 മീറ്റർ പെർ സെക്കൻഡ്. 50 മീറ്റർ പെർ സെക്കൻഡ്, സോറി ഡിസ്പ്ലേസ്മെന്റ് അല്ലേ, അപ്പൊ 50 മീറ്റർ. ഡിസ്പ്ലേസ്മെന്റ് ആണ് യൂണിറ്റ് എന്താ? മീറ്റർ എന്ന് മാത്രം മതി അല്ലെ. സോ 50 മീറ്റർ. ഒന്നാമത്തെ വെലോസിറ്റി കാണാൻ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം 10/2 5 മീറ്റർ പെർ സെക്കൻഡ്. രണ്ടാമത്തെ ഡിസ്പ്ലേസ്മെന്റ് കാണണം വെലോസിറ്റി ഇൻടു ടൈം, എന്താ വരിക? 5 × 10 50 മീറ്റർ ആൻസർ കിട്ടും. ക്ലിയർ? അപ്പോ 50 മീറ്റർ. ഓക്കെ, ചെക്ക് ചെയ്ത് നോക്കാം. 10/2 5 വെലോസിറ്റി കറക്റ്റ് ആണ്. 50/10 5 കറക്റ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അടുത്ത സെക്കൻഡ് പാർട്ട് നോക്കാം. ബി പാർട്ട് അല്ലെ. Is the motion of the bus uniform or non-uniform? Justify your answer. ഈ ബസിന്റെ മോഷൻ യൂണിഫോം മോഷൻ ആണോ നോൺ യൂണിഫോം മോഷൻ ആണോ? അപ്പൊ എന്താണ് യൂണിഫോം മോഷൻ അല്ലെങ്കിൽ എന്താണ് നോൺ യൂണിഫോം മോഷൻ? അതറിയണം അല്ലെ. എന്താണ് യൂണിഫോം മോഷൻ? ഒരു ബോഡി മൂവ് ചെയ്യുന്ന സമയത്ത് ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമില് ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുകയാണെങ്കിൽ അതാണ് യൂണിഫോം മോഷൻ. ഒരേ ടൈം ഇന്റർവെല്ല് ഒരേ ദൂരം കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ കവർ ചെയ്യുകയാണെങ്കിൽ അതാണ് യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിലോ അത് നോൺ യൂണിഫോം മോഷൻ ആണ്. ക്ലിയർ? ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുകയാണെങ്കിൽ അതാണ് യൂണിഫോം മോഷൻ. ഈക്വൽ ഇന്റർവെൽ ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതാണ് നോൺ യൂണിഫോം മോഷൻ. ചെക്ക് ചെയ്യാം, നോക്കാം. ഓക്കെ, എല്ലാവരും നോക്കാം കേട്ടോ. 2 സെക്കൻഡ് എത്ര ദൂരം കവർ ചെയ്തു? 10 മീറ്റർ കവർ ചെയ്തു. 2 സെക്കൻഡ് മുതൽ 4 സെക്കൻഡ് വരെ ആകെ എത്ര സമയമുണ്ട്? 2 സെക്കൻഡ്. ആ 2 സെക്കൻഡ് എത്ര ദൂരം കവർ ചെയ്തു? 10 മീറ്റർ മുതൽ 20 മീറ്റർ കവർ ചെയ്തു. എത്ര മീറ്റർ? 10 മീറ്റർ കവർ ചെയ്തു. അഗൈൻ 4 സെക്കൻഡ് മുതൽ 6 സെക്കൻഡ് വരെ എത്ര സമയം? 2 സെക്കൻഡ്. ആ സമയത്ത് എത്ര ദൂരം കവർ ചെയ്തു? 20 മീറ്റർ മുതൽ 30 മീറ്റർ വരെ കവർ ചെയ്തു. അപ്പൊ എത്ര കവർ ചെയ്തേ? 10 മീറ്റർ കവർ ചെയ്തു. വേണ്ടി നോക്കാം, എഴുതി കാണിച്ചാൽ നോക്കാം. 0 സെക്കൻഡ് മുതൽ 2 സെക്കൻഡ് വരെ എത്ര സമയം? ടോട്ടൽ 2 സെക്കൻഡ് സമയമുണ്ട്. ആ സെക്കൻഡ് സമയത്ത് എത്ര ദൂരം കവർ ചെയ്തു? 0 മുതൽ 10 വരെ അല്ലെ. 0 മുതൽ 10 വരെ. അപ്പൊ എങ്ങനെ ഡിസ്റ്റൻസ് കാണുന്നത്? ഫൈനൽ മൈനസ് ഇനീഷ്യൽ അല്ലെ. ഫൈനൽ മൈനസ് ഇനീഷ്യൽ. അപ്പൊ 10 ആണ് ഫൈനൽ. അപ്പൊ 10 മൈനസ് 0 എത്രയാ? 10 മീറ്റർ കവർ ചെയ്തു.
0 സെക്കൻഡ് മുതൽ 2 സെക്കൻഡ് ഉണ്ട്, ആകെ 2 സെക്കൻഡ് ഉണ്ട്. എത്ര ദൂരം കവർ ചെയ്തു? 0 മുതൽ 10 വരെ കവർ ചെയ്തു. അപ്പൊ എത്ര ഡിസ്റ്റൻസ്? 10 - 0 10 മീറ്റർ. അടുത്തത് 2 സെക്കൻഡ് മുതൽ 4 സെക്കൻഡ് വരെ എത്ര സമയം എടുത്തു? എങ്ങനെ 2 സെക്കൻഡ് ആണ്. ആ 2 സെക്കൻഡ് കൊണ്ട് എവിടെ നിന്ന് എവിടെ വരെ എത്തി? എ മുതൽ ബി വരെ എത്തി. എത്ര എയുടെ പൊസിഷൻ? 10 മീറ്റർ. എത്ര ബിയുടെ പൊസിഷൻ? 20 മീറ്റർ. അപ്പൊ എ മുതൽ ബി വരെ എത്തിയെങ്കിൽ ഫൈനൽ മൈനസ് ഇനീഷ്യൽ 20 - 10 എത്രയാ? അപ്പോഴും 10 മീറ്റർ കവർ ചെയ്തു. ഓക്കെ, അപ്പൊ 2 സെക്കൻഡ് മുതൽ 4 സെക്കൻഡ് വരെ സമയം കൊണ്ട് ആ 2 സെക്കൻഡ് എത്ര ദൂരം കവർ ചെയ്തു? 10 മീറ്റർ കവർ ചെയ്തു. എങ്ങനെ ചെക്ക് ചെയ്യാം? വേറെ ചെക്ക് ചെയ്യാം. 6 സെക്കൻഡ് മുതൽ 8 സെക്കൻഡ് വരെ. 6ാമത്തെ സെക്കൻഡ് മുതൽ 8ാമത്തെ സെക്കൻഡ് വരെ ആകെ എത്ര സമയമായി? എങ്ങനെ അവിടെ 2 സെക്കൻഡ് ആയിട്ടു അല്ലെ? 6th സെക്കൻഡ് മുതൽ 8th സെക്കൻഡ് വരെ ആകെ എത്ര സമയം എടുത്തു? 2 സെക്കൻഡ് സമയം എടുത്തു. ആ 2 സെക്കൻഡ് സമയം കൊണ്ട് എവിടെ മുതൽ എവിടം വരെയായി? 6ാമത്തെ സെക്കൻഡില് സീനായിരുന്നു ബസ്. ആ സീൻ എവിടം വരെ എത്തി? 8ാമത്തെ സെക്കൻഡില് ഡി വരെ എത്തി അല്ലെ? എത്ര സിയുടെ പൊസിഷൻ എന്ന് പറയുന്നത്? സിയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 30 മീറ്റർ ആണ്. അപ്പൊ 30 മീറ്റർ മുതൽ ഏതുവരെ എത്തി? ഡി എത്രയാ? 40 മീറ്റർ വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ 30 മീറ്റർ എന്ന് പറയുന്ന പൊസിഷൻ മുതൽ 40th മീറ്റർ വരെ ആയിട്ടുണ്ട്. അപ്പൊ എത്ര ഡിസ്പ്ലേസ്മെന്റ്? ഡിസ്റ്റൻസ് എത്രയാ? 40 - 30 എത്രയാ? അതും 10 മീറ്റർ ആണ്. നമ്മുടെ ലാസ്റ്റ് വൺ 12ാമത്തെ സെക്കൻഡ് മുതൽ 14th സെക്കൻഡ് വരെ എത്ര ദൂരം കവർ ചെയ്തു? 12th സെക്കൻഡ് മുതൽ 14th സെക്കൻഡ് വരെ എത്ര ദൂരം കവർ ചെയ്തു? ആകെ എത്ര സമയം ട്രാവൽ ചെയ്തു? ആ സമയത്തിനിടയ്ക്ക് 2 സെക്കൻഡ് ട്രാവൽ ചെയ്തു അല്ലെ? 2 സെക്കൻഡ് ട്രാവൽ ചെയ്തു. എവിടെ നിന്ന് എവിടെ വരെ എത്തി? 12th സെക്കൻഡിൽ എഫിലാണ് ബസ്, 14th സെക്കൻഡിലോ ജിയിലാണ്. അപ്പോ എഫ് മുതൽ ജി വരെ എത്തിയിട്ടുണ്ട്. എഫ് മുതൽ ജി വരെ എത്തിയിട്ടുണ്ട്. എത്ര എഫിന്റെ പൊസിഷൻ? 60. എത്ര ജിയുടെ പൊസിഷൻ എന്ന് പറയുന്നത്? 70. അപ്പൊ 70 - 60 അത് എത്ര തന്നെയാ? 10 തന്നെ കിട്ടുന്നുണ്ട് അല്ലെ? അപ്പൊ എങ്ങനെ നോക്കിയാലും 2 മീറ്റർ ടൈം 2 സെക്കൻഡ് ടൈം ഇന്റർവലിനകത്ത് എത്ര ദൂരം കവർ ചെയ്യുന്നുണ്ട്? 10 മീറ്റർ വെച്ച് കവർ ചെയ്യുന്നുണ്ട്. എങ്ങനെ നോക്കിയാലും ശരി 2 സെക്കൻഡ് ടൈം ഇന്റർവലിനകത്ത് എത്ര ദൂരം കവർ ചെയ്യുന്നുണ്ട്? 10 മീറ്റർ കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈക്വൽ ടൈം ഇന്റർവലിനകത്ത് ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുകയാണെങ്കിൽ ആ മോഷൻ എന്ത് മോഷനാണ്? യൂണിഫോം മോഷനാണ്. അപ്പൊ ഈ ബസ് എന്ത് മോഷനാണ്? യൂണിഫോം മോഷനാണ്. പറഞ്ഞ ക്ലിയർ അല്ലേ? നമ്മൾ എങ്ങനെ 2 സെക്കൻഡ് ഗ്യാപ്പ് എടുത്താലും ടൈം ഇന്റർവൽ എടുത്താലും ശരി ആ ബസ് 10 മീറ്റർ ആണ് കവർ ചെയ്യണേ. ശരിയല്ലേ? 0 to 2 സെക്കൻഡ് 10 മീറ്റർ കവർ ചെയ്തു. 6 to 8 അത് 2 സെക്കൻഡ് എത്രയാ? 30 to 40 അപ്പോഴും 10 മീറ്റർ. 10 to 12 2 സെക്കൻഡ് 50 to 60 അപ്പോഴും 10 മീറ്റർ കവർ ചെയ്തു. 12 to 14 2 സെക്കൻഡ് 60 to 70 അപ്പോഴും 10 മീറ്റർ കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈക്വൽ ടൈം ഇന്റർവെല്ലില് ഈക്വൽ ദൂരം കവർ ചെയ്യുകയാണെങ്കിൽ അത് എന്ത് മോഷനാണ്? യൂണിഫോം മോഷനാണ്. അപ്പൊ ഈ ബസ് എന്ത് മോഷനാണ്? യൂണിഫോം മോഷനാണ്. യൂണിഫോം മോഷൻ റീസൺ എന്താ? ദി ബസ് കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ടൈം ഇന്റർവൽ. സോ ഇറ്റ് ഈസ് എ യൂണിഫോം മോഷൻ. അപ്പൊ എന്താണ് ആൻസർ? യൂണിഫോം മോഷൻ ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ ബി പാർട്ടി മതി. ഡി പാർട്ട് നോക്കാം. A student in the school bus notices the speedometer of the bus. Which type of speed is shown by the speedometer? ആ ബസ്സിനകത്തെ സ്പീഡോമീറ്റർ എന്ത് ടൈപ്പ് സ്പീഡ് ആയിരുന്നു? ആവറേജ് ആണോ? അല്ല, ഇൻസ്റ്റന്റേനിയസ് സ്പീഡാണ്. ആ ബസ്സിന്റെ ആ മൊമെന്റിലെ സ്പീഡ്, ആ ബസ്സിലെ സ്പീഡോമീറ്റർ ആ സൂചി നിൽക്കുന്നത് 40 കിലോമീറ്റർ പെർ അവർ ആണെങ്കിൽ ആ മൊമെന്റിൽ ആ ബസ്സിന്റെ സ്പീഡ് എത്രയാണ്? 40 കിലോമീറ്റർ പെർ അവർ ആണ്. എപ്പോഴും 40 എന്നുള്ള മീനിങ് അല്ല. ആ സൂചി എവിടെയാണോ ആ മൊമെന്റിൽ കാണിക്കുന്ന സ്പീഡാണ്. അപ്പൊ ആ മൊമെന്റിലെ സ്പീഡാണ് അല്ലെങ്കിൽ ആ ഇൻസ്റ്റന്റിലെ സ്പീഡാണ്. അപ്പൊ എന്താണ്? ഇൻസ്റ്റന്റേനിയസ് സ്പീഡാണ്. ഓക്കെ, ആവറേജ് സ്പീഡ് എഴുതരുത്, സ്പീഡ് എന്ന് മാത്രം എഴുതരുത്. എന്താണ് ആൻസർ? സ്പീഡോമീറ്റർ എപ്പോഴും തരുന്നത് എന്താ? ഇൻസ്റ്റന്റേനിയസ് സ്പീഡാണ്. ക്ലിയർ അല്ലേ? അപ്പോ ടൈം, ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ടൈം. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻടു ടൈം. ഒന്നാമത്തെ ടേബിൾ ഫില്ല് ചെയ്യാം. രണ്ടാമത്തെ എന്താ? യൂണിഫോം മോഷൻ ആണ്. കാരണം എന്താ? ഈക്വൽ ടൈം ഇന്റർവെല്ലിൽ ഈക്വൽ ദൂരം കവർ ചെയ്യും.